കലാമാമാങ്കത്തിനൊരുങ്ങി അനന്തപുരി. സ്വർണ്ണക്കപ്പിന് തലസ്ഥാന നഗരിൽ ആവേശോജ്വലമായ സ്വീകരണം. പൂജപ്പുരയിൽ നിന്നും സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര നഗരം ചുറ്റി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കലോത്സവത്തിന്റെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കപ്പിനെ സ്വീകരിച്ചു. നാളെയാണ് കലോത്സവത്തിന് തിരിതെളിയുക. വിവരങ്ങളുമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും മനോജ് ചേരുകയാണ്. മനോജ്, കലാമാമാങ്കത്തിന് അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. എത്രത്തോളം തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു? കെ.പി. കലാമാമാങ്കത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ ഒരു തലസ്ഥാനത്ത് അരങ്ങുണരാൻ ബാക്കിയുള്ളത്. എന്തായാലും അത്രയധികം ആവേശത്തിൽ തന്നെയാണ് മത്സരാർത്ഥികളും. നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സ്വർണ്ണക്കപ്പിന് വലിയൊരു സ്വീകരണം നൽകിയിരുന്നു. അതിനോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ച് വിദ്യാർത്ഥികൾ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അവരൊക്കെ തന്നെ ആ ഘോഷയാത്രയോടൊപ്പം അണിനിരന്നവരാണ്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ തന്നെ അങ്ങനെ പുരോഗമിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെയുള്ള ഒരു കൊച്ചുമിടുക്കി, അതായത് ഒരു മത്സരാർത്ഥി കൂടെയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചിത്രം കൂടെയാണ് ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട്. ഈ ബാനറുമായാണ് അവരൊക്കെ ഈ സ്വർണ്ണക്കപ്പിനോടൊപ്പം ഇങ്ങോട്ടേക്ക് എത്തിയത്. അലീനയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അലീന, എങ്ങനെയാണ് നാളെ നമ്മുടെ കലോത്സവം തുടങ്ങുകയാണ്, ഈ തയ്യാറെടുപ്പുകളൊക്കെ എന്തായി? എൻ്റെ മത്സരം വരുന്നത് 6-ാം തീയതിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി ഇനി പങ്കെടുക്കണം. ഈ ചിത്രങ്ങളൊക്കെ പെട്ടെന്ന് വരച്ചതാണ്? അതെ, ഇന്നലെ രാത്രി കൊണ്ടാണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ചിത്രമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് കൊച്ചുമിടുക്കികൾ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരൊക്കെ അങ്ങനെ ഈ ഘോഷയാത്രയോടൊപ്പം ഉണ്ടായിരുന്നവരാണ്. അവർ ഈ കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂടെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഘോഷയാത്രയോടൊപ്പം വന്നത്? അതെ. എങ്ങനെയാ, ഇത് സ്കൂളിൽ വെച്ച് പഠിച്ചാണോ? അല്ല, എനിക്ക് ജനിച്ചപ്പോഴേ കിട്ടിയ ഒരു കഴിവ്. എങ്ങനെയുണ്ട് കലോത്സവം? പൊളിക്കും. എന്തായാലും ആ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും. അവരൊന്ന് നമുക്ക് മുന്നിൽ തന്നെ ഒന്ന് കൊട്ടി കാണിക്കാന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കൊട്ടി കാണിക്കാമോ? എങ്ങനെയാ, തുടങ്ങിയോ? എന്തായാലും ഈ ആവേശമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നാളെയും, അതായത് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെയും ഇതുപോലെ തന്നെയായിരിക്കും. ഈ പ്രധാന വേദിക്കരികിൽ ഇങ്ങനെ ആരവങ്ങൾ മുഴങ്ങും. അതോടൊപ്പം തന്നെ മത്സരങ്ങൾ പല വേദികളിലായി നടക്കും. 25 വേദികളാണുള്ളത്. അതിൽ തന്നെ 245ഓളം ഇനങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കുറച്ചധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കലോത്സവം തന്നെയായിരിക്കും ഇത്തവണ തലസ്ഥാനത്ത് നടക്കുക. അതിൻ്റെ മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന മത്സരാർത്ഥികൾക്ക് താമസിക്കുവാനും അതോടൊപ്പം തന്നെ അവർക്ക് സഞ്ചരിക്കുവാനുമുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെ ഭാരതപ്പുഴ, അത് നമുക്കറിയാം, MDയുടെ ഓർമ്മയ്ക്കായി MDയുടെ ആ ഒരു ചിത്രമൊക്കെ തന്നെ മുന്നിൽ വച്ചിട്ടുണ്ട്. ആ ഒരു പ്രധാന വേദിയിലാണ് മത്സര ഇനങ്ങൾ കൂടുതലും നടക്കുക. ഇവിടെയാണ് ഉദ്ഘാടനവും നടക്കുക. നാളെ രാവിലെ 9 മണിയോടുകൂടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ പതാക ഉയർത്തി. അതിനുശേഷം 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. 29ഓളം മുഖ്യാതിഥികൾ വേദിയിലുണ്ടാകും. അതോടൊപ്പം തന്നെ നൃത്താവിഷ്കാരം നടക്കും. ഈ സ്വാഗത ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരമാണ് ഉദ്ഘാടന വേദിയിൽ നടക്കുക. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാർമല GHSS നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ആ ഒരു ചൂരൽമല ദുരന്തത്തിലൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി, അതായത് ആ സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ കണ്ണീരോടുകൂടിയാണ് അങ്ങോട്ടേക്ക് ആ സമയത്ത് എത്തിയിരുന്നത്. അത്തരത്തിലൊരു സ്കൂളിൽ നിന്നും അങ്ങനെ ആ ഒരു ദുരന്തത്തിന് നേർസാക്ഷിയായിട്ടുള്ള ആ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തും. വിദ്യാർത്ഥികൾ അവർ തന്നെയാണ് ആ ഉദ്ഘാടന വേദിയിലൊരു സംഘനൃത്തം അവതരിപ്പിക്കുക. അതും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു കലോത്സവം കൂടിയാണ്. എന്തായാലും നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോഴും ഈ രാത്രിയിലും അങ്ങനെ വേദി കാണാനും അതോടൊപ്പം തന്നെ മറ്റ് ഒരുക്കങ്ങളൊക്കെ കണ്ടറിയാൻ വേണ്ടിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്.